ഇന്ന് പലരുടെയും ഒരു സംസാരമാണ്, എന്നെ കരുതാൻ ആരുമില്ല. എനിക്കുള്ളപ്പോൾ ഞാൻ എല്ലാവരെയും കരുതിയതാ. എനിക്ക് ജോലിയുള്ളപ്പോൾ, എനിക്ക് പണമുള്ളപ്പോൾ, രക്തബന്ധങ്ങളെന്നോ സുഹൃത്തുക്കളോ എന്നോ ഒരു നോട്ടമൊന്നും നോക്കാതെ എൻ്റെ കയ്യിൽ ഇരിക്കേണ്ട നന്മ പോലും എടുത്ത് ഞാൻ മറ്റുള്ളവരുടെ കാര്യങ്ങൾ ഭംഗിയായി ചെയ്ത ഒരു വ്യക്തിയാണ്. അന്ന് എൻ്റെ കൂടെ ഒത്തിരി പേരുണ്ടായിരുന്നു. സ്നേഹിക്കാനും കൊണ്ടു നടക്കാനും ഫോൺ വിളിക്കാനും നല്ല വാക്ക് പറയാനും ഒക്കെ ഒത്തിരി ആളുകളുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് എൻ്റെ കൈ ശൂന്യമാണ്. ഇന്ന് എനിക്ക് നേരിടുന്ന പ്രശ്നം, എന്നെ കരുതാൻ, ഞാൻ കരുതിയതുപോലെ എന്നെ കരുതാൻ എനിക്കാരുമില്ല. എൻ്റെ വിഷയം, എൻ്റെ പ്രയാസം മനസ്സിലാക്കാൻ എനിക്കാരുമില്ല. ഞാൻ എപ്പോഴും എവിടെയൊക്കെയോ ഒറ്റപ്പെട്ട് കിടക്കുന്ന അവസ്ഥയാണ്. എനിക്ക് എല്ലാം ഉള്ളപ്പോൾ എനിക്ക് എല്ലാവരും ഉണ്ടായിരുന്നു. എനിക്കിപ്പോൾ ഒന്നുമില്ല, എനിക്കിപ്പോൾ ആരുമില്ല. ഇത് ഒരു വേദനയുടെ വാക്കാണ്. ഇങ്ങനെ വേദനിച്ചിരിക്കുന്ന ആളുകളോട് ഇന്നത്തെ സന്ദേശം എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ വിഷമിക്കരുത്. ഈ ഭൂമിയിൽ നിങ്ങൾക്ക് കരുതേണ്ടവർ മാറി നിന്നാലും, കരുതാൻ ആരും ഇല്ലെന്ന് വന്നാലും, നിങ്ങൾക്ക് വേണ്ടി കരുതാൻ, നിങ്ങളുടെ ആവശ്യങ്ങൾ എല്ലാം നിറവേറ്റാൻ ഒരാളുണ്ട്. അതാണ് ഇന്നത്തെ സന്ദേശം. അതുകൊണ്ട് ഈ മെസ്സേജ് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കാണുക. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഭയങ്കരമായ ഒരു ബലം പകരുവാൻ, നിങ്ങൾ എവിടെയൊക്കെയോ ആടി നിൽക്കുന്ന, ഉലഞ്ഞിരിക്കുന്ന അവസ്ഥയ്ക്ക് ഒരു ദൃഢനിശ്ചയവും ധൈര്യവും പകരാൻ ഈ മെസ്സേജ് കാരണമാകും എന്ന് ഞാൻ പറയുക. അതിനാധാരമായിട്ട് 1 പത്രോസിന്റെ ലേഖനം 5-ാം അധ്യായം 7-ാം വാക്യമാണ്. വാക്യം ഇങ്ങനെയാണ്: അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളുക. പത്രോസ് അപ്പോസ്തലൻ പറയുന്ന ഒരു വാക്കാണ്, യേശു നിങ്ങൾക്ക് വേണ്ടി കരുതുമെന്ന്. നിങ്ങൾക്ക് വേണ്ടി കരുതേണ്ട പലരും നിങ്ങളെ കരുതാതെ, ഒരുപക്ഷെ നിന്റെ സഹോദരങ്ങൾ നിങ്ങളെ കരുതുന്നില്ലായിരിക്കാം. നിങ്ങൾക്ക് വേണ്ടതും നിങ്ങൾക്ക് ആവശ്യപ്പെട്ടതും നിങ്ങളുടെയും കൂടെ അത് തട്ടിപ്പറിച്ചു കൊണ്ടുപോയ സഹോദരങ്ങളായിരിക്കും. ഒരപ്പന് 3 മക്കൾ അല്ലെങ്കിൽ 2 മക്കൾ ഉണ്ടെങ്കിൽ അപ്പന്റെ ആ ഷെയർ, അപ്പന്റെ ആ നന്മ ആ 3 അല്ലെങ്കിൽ 2 മക്കൾക്ക് ഈക്വലായിട്ട് വീതിക്കേണ്ടതാണ്. പക്ഷേ ഒരുവൻ നിന്നെ ചതിച്ച് നീ ഒറ്റപ്പെട്ട് കിടക്കുന്നെങ്കിൽ, അവനെല്ലാം ഉണ്ട്, അവന് പണമുണ്ട്, നല്ല നന്മയുണ്ട്, ഒരുപക്ഷെ വിദേശ രാജ്യങ്ങളിലൊക്കെ ആയിരിക്കും. പക്ഷേ ആ നന്മകളൊക്കെ നിന്റെ കയ്യിൽ വരാതെ, നിന്റെ കുഞ്ഞുങ്ങൾ അനുഭവിക്കാതെ ഇരിക്കാൻ പിടിച്ചു വെച്ചിരിക്കുന്നെങ്കിൽ, അത് നിമിത്തം നിന്റെ അപ്പനോ അമ്മയോ ഒക്കെ അവരുടെ സൈഡ് നിന്നുകൊണ്ട് നിന്നെ ഒറ്റപ്പെടുത്തുന്നെങ്കിൽ, കരുതാൻ ആരുമില്ലാതെ ഇന്ന് ഒരു വണ്ടി വലിക്കുന്നത് പോലെ ജീവിതത്തിന്റെ ഒരറ്റം കൊണ്ട് മററ്റം കൊണ്ട് മുട്ടിക്കാൻ ആഗ്രഹിക്കാൻ കഷ്ടപ്പെടുന്നത് പോലെ രാവും പകലുമില്ലാതെ കിടന്ന് കഷ്ടപ്പെട്ട് ഓവർ ടൈം എടുത്ത് ഉറക്കം മാറ്റിവെച്ച് ശരീരത്തിന്റെ ബലഹീനത നോക്കാതെ, ക്ഷീണം നോക്കാതെ, കഠിനാധ്വാനം ചെയ്തിട്ടും നിന്നെ കരുതാനും സ്നേഹിക്കാനും ആരുമില്ലാതെ എവിടെയൊക്കെയോ നീ ഞെരുക്കം അനുഭവിക്കുന്നെങ്കിൽ, കരുതാൻ ഉണ്ടായ ആളുകൾ പോലും മാറി നിന്ന് ചിരിക്കുകയാണെങ്കിൽ, അതിനകത്ത് കർത്താവിന്റെ ആത്മാവ് പത്രോസിൽ കൂടെ പറയുക, അവൻ നിങ്ങൾക്ക് വേണ്ടി കരുതും. ആരാണവൻ? സാക്ഷാൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി കരുതും. അതുകൊണ്ട് പത്രോസ് പറയുക, നിങ്ങളുടെ സകല ചിന്താകുലവും. എന്താണ് ചിന്താകുലം? എക്സാമ്പിൾ പറഞ്ഞാൽ, എങ്ങനെയാ കൊച്ചിന്റെ ഫീസ് അടയ്ക്കും? എൻ്റെ കുഞ്ഞ് ഗ്രാജുവേറ്റ് ചെയ്യാൻ പോവുക, എൻ്റെ കുഞ്ഞ് ആ പഠനം പൂർത്തിയാക്കാൻ പോവുക, പെൻഡിങ് കിടക്കുന്ന ഫീസ്, അല്ലാതെ മറ്റ് റെഗുലറി അടയ്ക്കേണ്ട ഫീസ് ഒന്നും അടയ്ക്കാൻ പറ്റുന്നില്ല. എങ്ങനെയാകും? കടം, ബാങ്കുകാര് ജപ്തി നോട്ടീസ് ഒട്ടിക്കുമോ? നോട്ടീസ് ഒട്ടിച്ച വീട് ജപ്തിയായി പോകുമോ? ഒരു വ്യാകുലതയാണ്. എൻ്റെ കുഞ്ഞിന് ഇത്ര വയസ്സായി, കല്യാണം ഇനി നടക്കുമോ? ഇനി അവളെ എങ്ങനെ കല്യാണം കഴിപ്പിച്ചയക്കും? ഒരു വ്യാകുലതയാണ്. എവിടെ കിടക്കും? നാളെ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എൻ്റെ കുഞ്ഞുങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? എൻ്റെ കുടുംബത്തിന്റെ അവസ്ഥ എന്തായിരിക്കും? ഒരു വ്യാകുലത. എന്നാൽ ഇങ്ങനെ പല നിലയിൽ വ്യാകുലപ്പെടുന്ന ഒരു കൂട്ടം ആളുകളോട് ഈ സന്ദേശത്തിൽ കൂടെ ദൈവം നിങ്ങളെ ഉറപ്പിക്കുക. ഞാനല്ല പ്രിയരെ, യേശു കർത്താവ് നിങ്ങളെ ഉറപ്പിക്കുക. പത്രോസ് പറഞ്ഞ വാക്കിൽ കൂടെ യേശു നിങ്ങൾക്ക് വേണ്ടി കരുതും.
നിങ്ങളുടെ സകല ചിന്താകുലവും, ശകലമല്ല, കഴിഞ്ഞ ദിവസം ഓർപ്പിച്ചതുപോലെ സകല ചിന്താകുലവും കർത്താവിന്റെ കയ്യിൽ അങ്ങ് ഇട്ട് കൊടുക്കുക. കർത്താവ് ആ കാര്യങ്ങൾ അങ്ങ് ഏറ്റെടുത്തിട്ട് നിനക്ക് ഭാരമെന്ന് തോന്നുന്ന സകല വിഷയത്തിലും അവിടുന്ന് ദൈവത്തിന്റെ നീതി അങ്ങോട്ട് വെളിപ്പെടുമ്പോൾ നിങ്ങളുടെ വിഷയത്തിനകത്ത്, നിങ്ങൾ ഇന്ന് അഭിമുഖീകരിക്കുന്ന, വേദനിക്കുന്ന, കരയുന്ന, കണ്ണുനീരൊഴുക്കുന്ന വിഷയത്തിനകത്ത് ഒരു വലിയ നീക്കുപോക്ക് ദൈവം നിങ്ങൾക്ക് വേണ്ടി നൽകി. നിനക്ക് വേണ്ടി, നിന്റെ മക്കൾക്ക് വേണ്ടി, ആ നേഴ്സിംഗ് പഠിക്കുന്ന കുഞ്ഞിനു വേണ്ടി, ആ മെഡിസിൻ പഠിക്കുന്ന കുഞ്ഞിനു വേണ്ടി, ആ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന കുഞ്ഞിനു വേണ്ടി കരുതാൻ എൻ്റെ ദൈവം മതിയായവനാണ്. ഒരുപക്ഷെ ഇന്ന് രാവിലെ എന്നെ കേൾക്കുന്ന നിങ്ങൾ ഏതെങ്കിലും ഒരു എക്സാം പാസ്സാകാൻ വേണ്ടി ആഗ്രഹിക്കുക. പല നിലയിൽ നിങ്ങൾ എക്സാം എഴുതി ഫെയിലറായി വീണ്ടും നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാകാം. ഒരുപക്ഷെ OET-യോ RN-ഓ ജർമ്മൻ ഭാഷയോ അല്ലെങ്കിൽ മറ്റ് അനുബന്ധമായ ഏതെങ്കിലും വിഷയത്തിൽ നിങ്ങൾ ഭാരപ്പെടുന്നുണ്ടാകാം. എന്നാൽ ഇന്ന് രാവിലെ കർത്താവ് നിങ്ങളെ നോക്കി പറയുന്നു, നിങ്ങൾക്ക് വേണ്ടി കരുതാൻ സ്വർഗത്തിലെ ഒരു അപ്പയുണ്ട്. നിങ്ങളുടെ ആവശ്യങ്ങൾ അറിയാൻ സ്വർഗത്തിലെ അപ്പയുണ്ട്. അതുകൊണ്ട് എന്നെ കരുതാൻ ആരുമില്ല എന്ന് ഇനിയും നിങ്ങളുടെ വാക്കുകൊണ്ട് പറയരുത്. കാരണം മരണവും ജീവനും നാവിന്റെ അധികാരത്തിലാണ് വരുന്നത്. നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ വീട്ടിൽ സംഭവിക്കും. നിങ്ങൾ പറയുന്ന വിഷയങ്ങളാണ് നിങ്ങളിൽ സംഭവിക്കുന്നത്. അതുകൊണ്ട് വിഷമമായാലും സന്തോഷമായാലും ദൈവസന്നിധിയിൽ നെഗറ്റീവ് പറയരുത്, പോസിറ്റീവ് തന്നെ പറയണം. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന്റെ ആത്മാവിൽ വചനത്തിൽ കൂടെ ഞാൻ പറയട്ടെ, കരുതാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. വേദപുസ്തകം എടുത്ത് വായിക്ക്. സങ്കീർത്തനം 68:5. സങ്കീർത്തനം 68:5. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, അനാഥർക്കും വിധവമാർക്കും പരിപാലകനായി കർത്താവ് കരുതുമെന്ന്. നീ ഒരു അനാഥയാണോ? ഒറ്റപ്പെട്ട വ്യക്തിയാണോ? വീട്ടിൽ നിന്ന് തള്ളപ്പെട്ടതാണോ? കൂടെ സഹോദരങ്ങൾ ഉണ്ടായിട്ടും അവർ നിന്നെ അന്വേഷിക്കാത്തവരാണോ? എവിടെയോ നീ അനാഥത്വം അനുഭവിക്കുന്നുണ്ടോ? ദൈവം നിനക്ക് വേണ്ടി കരുതും. നീ ഒരു വിധവയാണോ? ഭർത്താവ് മരിച്ചു, വർഷങ്ങളായി നിന്റെ ആ കൊച്ചു കുഞ്ഞുങ്ങളുമായി, പറക്കമുറ്റാത്ത മക്കളുമായി ജീവിക്കുന്ന ഒരു സഹോദരിയാണോ നീ? അല്ല, നീ ഒരു വിധവയാണ്. നിനക്ക് കൊച്ചു അല്ലെ ഒരു കുഞ്ഞോ ഒന്നും നിനക്കില്ലായിരിക്കാം. പക്ഷെ നിന്നെയും കരുതുവാൻ എൻ്റെ ദൈവം മതിയായവനാ. സങ്കീർത്തനം 68:5 വിധവമാരെ, നിങ്ങളുള്ള ദൈവത്തിന്റെ ദൂതാണ്. ആമേൻ. അനാഥരെ, നിങ്ങളുള്ള ദൈവത്തിന്റെ ദൂതാണ്. ആ വാക്യം നിങ്ങൾ എടുക്കണം, ആ വാക്യം നിങ്ങൾ വായിക്കണം, ആ വാക്യത്തിൽ നിങ്ങൾ കൈവയ്ക്കണം. എന്നിട്ട് നിങ്ങൾ പറഞ്ഞു പ്രാർത്ഥിക്കണം, കർത്താവേ, ഈ വചനം ഞാൻ വിശ്വസിക്കുന്നു. ഞാനൊരു അനാഥയാണ്, ഞാനൊരു വിധവയാണ്. എൻ്റെ ഈ വിഷയത്തിൽ എന്നെ കൈക്ക് പിടിക്കണേ. എന്നെ കരുതാൻ ആരുമില്ല. ആരെങ്കിലും വല്ലപ്പോഴും 10 രൂപ തന്നാലാ എൻ്റെ ആ സാമ്പത്തിക സ്രോതസ്. എന്നാൽ അതിനകത്ത് നിന്ന് എനിക്കൊരു വിടുതൽ വേണം. ഈ വിധവയായ എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല. എനിക്ക് നല്ല ആഹാരം വേണം, നല്ല വസ്ത്രം വേണം, എൻ്റെ കുഞ്ഞുങ്ങളെ എനിക്ക് പഠിപ്പിക്കണം, എനിക്ക് നല്ല ജോലിയില്ല, ഞാനൊരു വിധവയാ, കൈവിടല്ലേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച്. അനാഥത്വം അനുഭവിക്കുന്നവരെ ഒരുപക്ഷെ എല്ലാവരും ഉണ്ടെങ്കിലും ആരാരും ഇല്ലാത്ത സാഹചര്യത്തിൽ കൂടെ ആയിരിക്കും ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ നീ കടന്നു പോകുന്നത്. ഇന്ന് രാവിലെ ഈ വചനം തുറന്നു വെച്ച് കൈവച്ച് വചനത്തിൽ കൈവച്ച് പ്രാർത്ഥിക്കൂ. നിങ്ങളുടെ വീടിനകത്ത് നിങ്ങൾക്ക് അത്ഭുതം നടക്കും. നീ ഒറ്റപ്പെടൽ അനുഭവിക്കുന്നെങ്കിൽ, അനാഥത്വം അനുഭവിക്കുന്നെങ്കിൽ, നീ ഇനിയും അനാഥനായി പോകാതെ നിന്റെ കൂടെ കർത്താവ് ഇറങ്ങി വരും. അതുകൊണ്ട് നിന്റെ ജീവിതത്തിൽ നിന്നെ കരുതുവാൻ, നിനക്ക് വേണ്ടത് നിന്റെ വീട്ടിൽ കൊണ്ടുതരാൻ എൻ്റെ ദൈവം മതിയായവനാ. വിശ്വസിക്കുന്നെങ്കിൽ സ്തോത്രം ചെയ്യുക. അപ്പോൾ കരുതാൻ ആരുമില്ല എന്ന് നിങ്ങൾ ഇനിയും പറഞ്ഞ് നിരാശപ്പെടരുത്. അനാഥർക്കും വിധവമാർക്കും ന്യായപാലനം ചെയ്യുന്നവനാണ്, ന്യായമായത് ചെയ്യുന്നവനാണ്, ന്യായമായത് ചെയ്തു കൊടുക്കുന്നവനാണ് നമ്മുടെ ദൈവം. മറക്കരുത്. സങ്കീർത്തനം 55:22 പറയുന്നത് ഇങ്ങനെയാണ്, ഭാരം ദൈവത്തിന്റെ അടുക്കൽ കൊണ്ടുവരാൻ. ഒരു വലിയ ഭാരത്തിലല്ലേ നിങ്ങൾ കടന്നു പോകുന്നത്? ആ ഭാരം എവിടെ കൊണ്ടുവരണം? ദൈവത്തിന്റെ അടുക്കൽ കൊണ്ടുവരണം. നിങ്ങളെ അലട്ടുന്ന ഭാരം മനുഷ്യന്റെ മുമ്പിൽ കൊണ്ട് കൊടുക്കരുത്. അവർ നാട് മുഴുവനും പറയും, അത് പള്ളി മുഴുവനും പറയും. പക്ഷേ നിന്റെ ഭാരം ദൈവത്തിന്റെ സന്നിധി കൊടുക്കൂ. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവീ. കണ്ടോ കർത്താവ് പറയുന്ന പദം? കണ്ടോ? എൻ്റെ അടുക്കൽ വരും. ഇങ്ങനെ ആരെങ്കിലും നമ്മളെ വിളിച്ചിട്ടുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ ഭാരമില്ലാതെ, അധ്വാനത്തിനകത്തും ജീവിതത്തിലും ഭാരമില്ലാതെ സമൃദ്ധിയോടെ ഇരിക്കുമ്പോൾ പലരും നമ്മളെ വിളിച്ചെന്ന് ഇരിക്കും. പക്ഷെ നമ്മൾ തകർന്നു കിടക്കുമ്പോൾ, ഭാരം വഹിക്കുമ്പോൾ,
ആമേൻ, അധ്വാനിച്ച് കുഴഞ്ഞു കിടക്കുമ്പോൾ നമ്മളെ ആരെങ്കിലും വിളിക്കുമോ? വാ എൻ്റെ അടുക്കൽ വാ, വിളിക്കുമോ? ഇല്ല. നമുക്ക് പണമുണ്ടെങ്കിൽ, സ്വാധീനമുണ്ടെങ്കിൽ, ആരോഗ്യമുണ്ടെങ്കിൽ, സൗന്ദര്യമുണ്ടെങ്കിൽ നമ്മളെ അടുക്കലേക്ക് വിളിക്കും. പക്ഷെ ഇതെല്ലാം നഷ്ടപ്പെട്ടു പോകുമ്പോൾ ഈ മനുഷ്യരാരും നമ്മളെ അവരുടെ അടുക്കലേക്ക് വിളിക്കത്തില്ല. പക്ഷെ ഇതെല്ലാം നഷ്ടപ്പെടുമ്പോഴും കൈവിടാതെ, ഉപേക്ഷിക്കാതെ അടുക്കലേക്ക് വിളിച്ച് ചേർത്ത് വെക്കുന്ന ഒരു പിതാവ് നമുക്കുണ്ട്. അതുകൊണ്ട് നിരാശപ്പെടരുത്. എനിക്കാരുമില്ല, കരുതാൻ ആരുമില്ല എന്ന് ഇനി നീ പറയരുത്. ആമേൻ. ദൈവം നിങ്ങൾക്ക് വേണ്ടി കരുതും. നിങ്ങളുടെ ഭാരം അവൻ വഹിക്കും. യെശയ്യാവ് 41:10 ഇങ്ങനെ വായിക്കുന്നത്, ഭയപ്പെടേണ്ട എന്നാണ്. ഭയപ്പെടേണ്ട, കരുതുവാൻ ദൈവം ശക്തനാണ്. അവൻ നിങ്ങൾക്ക് വേണ്ടി തക്ക സമയത്ത് കരുതും. നിനക്ക് വലുതും സഫലവുമായ ഒരു വാതിൽ തുറന്നു വച്ചിരിക്കുന്നു. എതിരാളികൾ അനവധിയുണ്ട്, പക്ഷെ എതിരാളിയെ നീ നോക്കരുത്. തുറക്കപ്പെട്ട വാതിലിനെ നീ നോക്കുക. തുറക്കപ്പെട്ട വാതിലിനെ നീ നോക്കുക. ആ വാതിൽ നിനക്ക് വേണ്ടി തുറന്നു വെച്ചിരിക്കുകയാ. വരും ദിവസങ്ങളിൽ, വരും മാസങ്ങളിൽ ദൈവം നിങ്ങളുടെ കണ്ണിന്റെ മുമ്പിൽ നിങ്ങൾക്ക് വേണ്ടി ആ വാതിൽ ഓപ്പൺ ചെയ്യും. അതുകൊണ്ട് ഒന്നും കൊണ്ട് ഭാരപ്പെടരുത്, ഒന്നും കൊണ്ടും തകർന്നു പോകരുത്, ഒന്നും കൊണ്ടും നിരാശപ്പെടരുത്. ഞാൻ ഒറ്റയ്ക്കായല്ലോ, എനിക്കാരുമില്ലല്ലോ. നോ, ദൈവസന്നിധി പ്രാർത്ഥിച്ചാൽ മതി. നിങ്ങളുടെ ഭാരം വഹിക്കുവാനും നിങ്ങളെ സഹായിക്കുവാനും ശക്തീകരിക്കാനും എൻ്റെ കർത്താവ് ഇന്നും ജീവിക്കുന്നു. അതുകൊണ്ട് ജീവിതത്തിൽ കരുതലിൽ അനുഭവിക്കാൻ കഴിയാതെ, ഒരു സ്നേഹം കിട്ടാൻ കഴിയാതെ, ആമേൻ, ഒരു സഹായം എങ്ങൊന്നും കിട്ടാൻ കഴിയാതെ ഓരോ ദിവസവും രാവിലെ നീ ഭാരപ്പെട്ട് നിരാശപ്പെട്ടിരിക്കുകയാണെങ്കിൽ ദൈവം പറയുകയാണ്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ കൈവിടുക ഇല്ല, ഞാൻ നിന്നെ ഉപേക്ഷിക്കുക ഇല്ല. ഓരോ നാളും നിന്റെ കൈക്ക് ഞാൻ പിടിക്കും. ഈ നല്ല കർത്താവ്, ആ കർത്താവിനെ നിങ്ങൾ വിശ്വസിക്കുക. ഈ കർത്താവിനെ നിങ്ങൾ കൈക്കൊള്ളുക. ഈ കർത്താവിനെ നിങ്ങൾ ചേർത്ത് വയ്ക്കുക. എൻ്റെ പ്രിയരെ, കരുതാൻ ആരുമില്ലാതിരുന്ന സാഹചര്യം എൻ്റെ മുമ്പിലുണ്ട്. പക്ഷെ അവിടെയൊന്നും ദൈവം കൈവിട്ടില്ല. അറിയാത്ത വ്യക്തികളെ, അറിയാത്ത ബാന്ധാവുകൾ വഴി ദൈവം എനിക്ക് വേണ്ടി കരുതിയത് ഞാൻ ഇന്ന് രാവിലെ ഓർക്കുകയാണ്. ഞാനൊന്ന് കണ്ണു പൊടിയുമ്പോൾ, എൻ്റെ മനസ്സൊന്ന് തകരുമ്പോൾ, ആ സമയത്ത് ആ കാര്യങ്ങൾ നടന്നു കിട്ടിയില്ലെങ്കിലും അധികം ദീർഘമാക്കാത്ത ദിവസത്തിനുള്ളിൽ ദൈവം എൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചത് എനിക്കറിയാം. ആ ദൈവത്തോട് എനിക്ക് ഭയങ്കര സ്നേഹമാണ്. ആ ദൈവത്തോട് എനിക്ക് ഭയങ്കര നന്ദിയാണ്. കാരണം ദൈവം തന്നല്ലാതെ എൻ്റെ കയ്യിലൊന്നുമില്ല. ഞാൻ ഇട്ടിരിക്കുന്ന വസ്ത്രം, ഞാൻ കഴിക്കുന്ന ആഹാരം, എൻ്റെ കുഞ്ഞുങ്ങൾ, എൻ്റെ കുടുംബം എല്ലാം ദൈവം തന്നതാണ്. കാരണം എന്നെ കരുതിയതിൻ്റെ ഭാഗമാണ്. നിങ്ങളെയും ദൈവം കരുതും. അനുഗ്രഹിക്കപ്പെട്ട ജീവിതം ദൈവം നിങ്ങൾക്ക് നൽകും. അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞുങ്ങളെ കർത്താവ് നൽകും. അനുഗ്രഹിക്കപ്പെട്ട നന്മകൾ ദൈവം നിനക്ക് നൽകും. ഒരിക്കലും ഈ ദൈവം നിങ്ങളെ ഉപേക്ഷിക്കത്തില്ല. ഈ ദൈവം നിങ്ങളെ ചേർത്ത് വയ്ക്കും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. നിങ്ങളുടെ പ്രാർത്ഥന വിഷയം കമന്റ് ചെയ്യുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഈ മെസ്സേജ് മറ്റുള്ളവർക്ക് ഫോർവേഡ് ചെയ്യുക. കർത്താവ് അവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു വാക്ക് പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധ കർത്താവേ, സ്വർഗീയ പിതാവേ, ഇന്ന് രാവിലെ ഞങ്ങളോട് പറഞ്ഞ ഈ വലിയ സന്ദേശത്തിനായി സ്തോത്രം. ഞങ്ങളെ കരുതാൻ ആരുമില്ല എന്നൊരു തോന്നൽ ഞങ്ങളുടെ ഹൃദയത്തിനകത്ത് കയറി വരുമ്പോൾ കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് അത്ഭുതം പ്രവർത്തി. കർത്താവെ, ഒത്തിരി സാമ്പത്തിക ഞെരുക്കം അനുഭവിക്കുന്നവർ ഞങ്ങളെ കേൾക്കുന്നുണ്ട്. കടത്തിൽ കൂടെ കടന്നു പോകുന്നവരുണ്ട്. ഈ ദിവസങ്ങളിൽ കർത്താവെ, ചില എഗ്രിമെന്റുകൾ കർത്താവെ ഹല്ലേലൂയ സൈൻ ചെയ്യേണ്ടവരുണ്ട്. കൊടുത്തു തീർക്കേണ്ട പൈസ 2, 3, 4 പ്രാവശ്യമായി കൊടുത്തു തീർക്കാനായി രേഖ എഴുതി വെച്ചിരിക്കുന്നത് കൊടുത്തു തീർക്കേണ്ടത് ആവശ്യമാണ്. നിന്റെ കുഞ്ഞുങ്ങൾ കണ്ടിട്ടില്ലാത്ത പുതിയ വാതിലുകൾ ദൈവർക്ക് തുറന്നു കൊടുക്കണേ. പുതിയ വഴികൾ ദൈവം തുറന്നു കൊടുക്കണേ. ഞെരുക്കങ്ങളെ മാറ്റണമേ. ദൈവിക പദ്ധതി വെളിപ്പെടുത്തണമേ. കർത്താവെ, യേശുവിന്റെ നാമത്തിൽ കർത്താവിന്റെ പ്രവൃത്തിക്കായി, അവിടുത്തെ കരുതലിനായി ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്ന് രാവിലെ ഈ മക്കളെ ദൈവം അനുഗ്രഹിക്കണമേ, വിടുവിക്കണമേ കർത്താവെ, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ആരും കരുതിയില്ലെങ്കിലും കർത്താവ് നിങ്ങൾക്ക് വേണ്ടി കരുതും. ഉത്തമ തെളിവ് ഞാൻ തന്നെയാണ്. കർത്താവ് കരുതിയത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ നിൽക്കുന്നത്. നിങ്ങളെയും യേശു കരുതും. വിശ്വസിക്കൂ, പ്രാർത്ഥിക്കൂ, ഉപവസിക്കൂ, മുട്ടുമടക്കി കരയൂ. ഇത്രമാത്രം ചെയ്താൽ മതി. കർത്താവ് നിങ്ങളെ നോക്കുമെന്നേ. കർത്താവ് നിങ്ങളുടെ കൂടെ ഉണ്ടെന്നേ. നിങ്ങൾ പരസ്യകോലമാകാൻ, നശിച്ചു പോകാൻ എൻ്റെ അപ്പ അനുവദിക്കത്തില്ല. ആമേൻ.